നമസ്കാരം, കേൾക്കാമോ? നമസ്കാരം, കേൾക്കാം. ഇന്നലെ കുറച്ച് കൊച്ചു അടുത്ത് കിടന്നോണ്ട് എനിക്ക് ഫോൺ സൈലന്റ് ആയിട്ട് കേൾക്കാൻ പറ്റാതെ പോയി. ശരി. ഇപ്പൊ വേറെന്താ വിശേഷം? ഹലോ ഹലോ. ഇന്നലെ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചേ ഉള്ളൂ. ഇന്നലെ കോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ കണ്ടില്ല. ഈ കൊച്ചടുത്ത് കിടന്നുകൊണ്ട് ഫോൺ അത് നിങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ യാത്രയിലായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ടാണ് വിളിച്ചത്. പിന്നെ നിങ്ങൾ കിടന്നു വിചാരിച്ചു. രാവിലെ വിളിച്ചപ്പോ രാവിലെ കിട്ടിയില്ലല്ലോ, രാവിലെ എടുക്കാൻ പറ്റിയില്ല. രാവിലെ എന്താ വേറെ വിശേഷങ്ങൾ? വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് ഇപ്പൊ MLA ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു, ശശിധരന്റെ. അത് നിലമ്പൂരിന്ന് ഒരു കക്ഷി അയച്ചു തന്ന. എനിക്ക് അങ്ങനെ ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു തന്നു. വേറെ എന്താണ് വിശേഷം? എന്നോടൊന്ന് നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്യേണ്ട ആള് അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുക, ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒന്ന് വിഡ്രോ ആ പരാതി ഒന്ന് പിൻവലിച്ചുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ല, നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതല്ല, അതിനെ പോസിറ്റീവായത് ആ രൂപത്തിലാക്കാൻ കഴിയുന്നില്ലേ? അതെ, MLA അതൊന്നും ചെയ്ത് ഞാൻ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ 25 വർഷം കൂടെ സർവീസ് കൊണ്ട് ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഉറപ്പുള്ള കാര്യമല്ലേ നമ്മളിപ്പോ എന്തായാലും. അത് എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. എന്തായാലും 25ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ. DGP ആയിട്ട് റിട്ടയർഡ് ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ, അതുവരെ ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും. MLA ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല. MLAക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം, ഞാൻ നിലമ്പൂരുകാരൻ അല്ലെങ്കിൽ പോലും. അല്ലാതെ കുഴപ്പമില്ല. നമുക്കിപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ബ്രദേഴ്സ് നാട് മുഴുവൻ പല ഭാഗത്തുണ്ടല്ലോ. നിലമ്പൂര് മലപ്പുറം ഒന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, നാളെ മലപ്പുറത്തേക്ക് ട്രിവാൻഡ്രം പോകാൻ പറ്റുമോ നോക്കുന്നു. ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റന്നാളത്തേക്ക് തീരുമാനം. അതെ, വളരെ വഷളാണ് അവസ്ഥയ്ക്കല്ല വഷളായിക്കൊണ്ട് പോയി. ഇനിയിപ്പം കുറെ സ്ത്രീകൾ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ? അതെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ പിന്നെ ആ വാർത്തയെ ശ്രദ്ധിക്കാറില്ല, കാരണം ആ മേഖല നമ്മള് സിനിമ മേഖലയായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല കഴിഞ്ഞ 10-15 വർഷമായിട്ട്. അതുകൊണ്ട് അത് വേറൊരു വാർത്തയില്ലല്ലോ, അതുകൊണ്ട് വാർത്ത തന്നെ ഇപ്പൊ നോക്കാറില്ല. എപ്പോ തുറന്നാലും ഇതാണുള്ളത്. പിന്നെ വേറെന്തൊക്കെയാണ് സ്ക്രീൻ? ഇല്ല, എനിക്ക്